എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 7 സെൻറ്റ് അതിലാണ് ഈ ഒരു വീട് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂമാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ റോഡുള്ളതാണ്. നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് വരുന്നതാണ്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഈ ഒരു വീട്ടിലെത്താൻ പറ്റും. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രത്ത് പേയാട് കൊല്ലംകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെ ഒരു 2 കിലോമീറ്ററാണുള്ളത്. അപ്പം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ അകത്തോട്ട് വന്നാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. അപ്പോൾ ഈ വീട് വാങ്ങിക്കുന്നവർക്ക് നമുക്കൊരു 7 സെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 4 BHK ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നമുക്ക് ഈ കാണുന്ന ഈ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ ഡോറും നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കാറ് കണ്ടോ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ പോർഷന് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് നനകല്ല് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇവിടെ എല്ലാം തന്നെ വേണ്ട ഇൻ്റർലോക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൈക്ക് സംഭവം വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് പൈപ്പ് കണക്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനെല്ലാം തന്നെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഈ കാണുന്ന സിറ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സിറ്റ് ഔട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിറ്റ് ഔട്ട് നമുക്ക് ഇപ്പോൾ 8x4 ഡയമെൻഷനിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. മുകളിൽ നമുക്കിവിടെ മൊബൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടോ ഫ്രണ്ട് ഡോറുണ്ട്. സ്ലാബിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോറാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ താഴെ കട്ടള ഉണ്ടോ ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്നത് ഈ ലിവിങ് ഏരിയയാണ്. മുകളിലുണ്ട് സീലിംഗ് എല്ലാം ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ TV യൂണിറ്റും നമുക്ക് കണ്ടോ ലിവിങ് ഏരിയ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരെ ഫ്രണ്ട് വന്നാൽ നമുക്കിവിടെ ഡൈനിങ് ഏരിയ ഉണ്ടോ ഈ പോർഷനിലാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു വാഷിംഗ് കൗണ്ടർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ആ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നത് ഈ പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് സ്റ്റെയർ കയറി മുകളിലോട്ട് പോകേണ്ടത്. ഇവിടെ ഈ ഒരു ഭാഗത്തും തൊട്ടിപ്പുറത്തുമായിട്ടാണ് 2 ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിലുള്ള വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ഈ ലിവിങ് ഏരിയ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് 25x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ നിങ്ങൾക്കുണ്ടെങ്കിലും ഇവിടെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. PVC പാനലും മൾട്ടി വുഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫുൾ ബോർഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയയുടെ അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് നോക്കിയാൽ ലിവിങ് ഏരിയ ഈ ഒരു രീതിക്കാണ് വരുന്നത്. തറയിൽ ടെയിൽ നമുക്ക് ഇതാണ് ഇട്ടിട്ടുള്ളത് കണ്ടോ ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ടെയിലാണ് നമുക്കിവിടെ തറയിൽ ഫുള്ളും തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് 10x10 ഡയമെൻഷനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളി മിററും കൊടുത്തിട്ടുണ്ട്. ബാക്കി താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ഈ ഫംഗ്ഷന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിവിടെ കയറുന്ന ഈ പോർഷനിൽ കണ്ടോ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഫുള്ള് നമുക്ക് മോഡുലർ കിച്ചണിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ ഫുള്ളും ബോർഡിൻ്റെ മെറ്റീരിയൽ
മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് മുകളിലത്തെ എല്ലാ ഭാഗം ഉണ്ടാവും. മുകളിൽ ഫുള്ള് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ വേണ്ട ഈ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ധാരാളം സ്പേസ് ഉണ്ടോ. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡോറുണ്ടോ, മുകളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡോറാണ്. ക്ലോസ് ചെയ്താൽ ഇങ്ങനെ അടഞ്ഞു പോകുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ഗ്യാസ് കണക്ഷനും പിന്നെ മുകളിൽ നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്ക് നമുക്കിവിടെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ കിച്ചൺ ഫുൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഷെൽഫ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കിച്ചണിലൊക്കെ നമുക്ക് ധാരാളം സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്യാസ് കണ്ടോ, ഗ്യാസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തോട്ട് അതിൻ്റെ എയർ പോകാൻ വേണ്ടിയുള്ള രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇനി നമുക്കിവിടെ ചെറിയൊരു വർക്ക് ഏരിയ കൂടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഒരു സ്ലൈഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസും അതേപോലെ കുറച്ച് ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ഏരിയയുടെ പുറകിലോട്ട് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീടിന് 7 സെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കണ്ടോ പുറകു ഭാഗത്ത് നമുക്ക് ധാരാളം സ്പേസ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ കണ്ടോ ഇത്രയും സ്പേസും കൂടെ നമുക്ക് 7 സെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കിപ്പം കൃഷിയോ, ഇപ്പോൾ ചില ആൾക്കാർക്ക് തെങ്ങ്, വാഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടാൻ കൃഷി ചെയ്യാനൊക്കെ സ്ഥലം നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു ബിൽഡിങ് വയ്ക്കണമെങ്കിലും വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും ഉണ്ട്. പിന്നെ നമുക്കിവിടെ പൈപ്പ് കണക്ഷൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ നനകല്ല് ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് തറ ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ കണ്ടു. ഇനി നമുക്ക് 2 ബെഡ്റൂം ഈ ഇവിടെയാണ് വരുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ വലത് ഭാഗത്തുള്ള ഈ ഒരു ബെഡ്റൂമാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം 12x10 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ. ഇതാണ് വിൻഡോ വരുന്നത്. 2 ഭാഗത്ത് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ സീലിങ്ങിൽ സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വാർഡ്രോബ് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. 2 ഡോറിൻ്റെയാണ്. നമുക്ക് ഇവിടെ സൈഡിലായിട്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. 3D എഫക്റ്റ് കിട്ടുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു മിറർ വരുന്നത്. ഇതിൻ്റെ അകത്തും സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അതും 12x10 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ടൈലെല്ലാം നമുക്ക് സെയിം ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഭാഗത്തൊരു വിൻഡോ, നമുക്ക് ഈ 2 ഭാഗത്താണ് വിൻഡോ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് വാർഡ്രോബ് നമുക്ക് ഈ ചുമരിനകത്തോട്ട് ചേർന്നിരിക്കുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ചുമരിനകത്ത് ചേർന്നിരിക്കുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, ഇവിടെ നമുക്ക് 3 ഇത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ മിറർ അപ്പം എവിടെയാണ് വരുന്നത്? നമുക്ക് ഈ സൈഡിലാണ് മിറർ. ഇവിടെ നമുക്കൊരു വലിയൊരു മിറർ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കണ്ടോ PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ്. നല്ല പ്രീമിയം ലുക്ക് നമുക്കിവിടെ ഇതിന് കിട്ടുന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട അതേ രീതിക്കുള്ള ഒരു മിററും സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് കയറി പോകേണ്ടത്. നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് ഇനി മുകളിൽ പോകുന്നത്. നമുക്ക് സൈഡിലായിട്ട് ഫുള്ള് സ്റ്റീലിലാണ് നമുക്ക് ഹാൻഡിൽസ് ഫുൾ വരുന്നത്. ഇതിൻ്റെ ഇപ്പുറ സൈഡിൽ കണ്ടോ PVC പാനലാണ് നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സൈഡിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പിൻ്റെ അവിടെ നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. മുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പുറത്ത് നല്ല ലൈറ്റിംഗ് കിട്ടുന്ന രീതിക്ക് പുറത്തുനിന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നമുക്ക് ഇനി മുകളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ കണ്ടോ 2 ഭാഗത്തും കൊടുത്തിട്ടുള്ളത് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ വരുമ്പോഴത്തേക്ക് ഒരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, ഈ ബാൽക്കണിയാണ് നമുക്ക് നോക്കേണ്ടത്. മുകളിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക്
കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ നമുക്ക് 25x20 ഡയമെൻഷനുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നല്ല ലിവിങ് ഏരിയ, കുറച്ച് വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീട് എന്തുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ, നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ 25x20 ഡയമെൻഷൻ വരുന്നത്. നല്ല സ്പേസ് നമുക്കിവിടെ ഉണ്ട്. മുകളിൽ നമുക്കിവിടെ സ്പോട്ട് ലൈറ്റ് മാത്രമാണ് നമുക്ക് സീലിങ്ങിലുണ്ട് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം നമുക്കിവിടെയും, ഒരു ബെഡ്റൂം നമ്മൾ കയറി വന്ന ഈ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടുമാണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആ 2 ബെഡ്റൂം കൂടെ നമുക്ക് കയറി കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ ഈ സൈഡിലുള്ള ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 12x10 ഡയമെൻഷനിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ 2 വിൻഡോ നമുക്ക് ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ വാർഡ്രോബ് നമ്മൾ താഴെ കണ്ട അതേ രീതിക്കുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ്. അപ്പോൾ താഴെ കണ്ട അതേ രീതിക്കുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഡോറും പിന്നെ ഒരു മിറർ ഈ സൈഡിൽ വരുന്ന രീതിക്ക്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് PVC ഡോർ കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ബാക്കി ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ ചുമരിൽ കണ്ട ഒരു ഗ്രീൻ കളറാണ്, നമുക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് സ്പോട്ട് ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, നമ്മളപ്പുറത്തെ ഉണ്ട് അതേ രീതിക്കുള്ള വാർഡ്രോബ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ചെയ്തിട്ടുള്ളത് PVC ഡോറും ബാക്കി നമ്മളപ്പുറത്ത് കണ്ട അതേ സെയിം തന്നെയാണ് ഫുള്ള് വരുന്നത്. ബ്രാൻഡ് ഫിറ്റിങ്സ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടെയില് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാൽക്കണിയാണ് നോക്കേണ്ടത്. ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. ഈ ഒരു ബാൽക്കണി 16x6 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഫുള്ള് സ്റ്റീലിലുള്ള ഒരു ഹാൻഡിൽസാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വുഡൻ പാറ്റേണിലുള്ള മാറ്റ് ഫിനിഷിംഗ് സ്റ്റൈലാണ് നമുക്കിവിടെ തറയിൽ ഇട്ടിട്ടുള്ളത്. നമുക്കിവിടെ ഇത്രയും സ്പേസിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിൽ ഫുള്ള് തന്നെ വാൾ ടൈലുണ്ട്. ഒരു ചുടുകട്ടയുടെ രീതിക്കുള്ള ഒരു ചുടുകട്ടയുടെ രീതിയിലുള്ള ഒരു വാൾ ടൈലായി ഫുൾ ഭാഗത്തിട്ടിട്ടുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, നമുക്ക് പ്രൊജക്ടർ ലൈറ്റിങ്. അപ്പോൾ നമുക്ക് മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങൊക്കെയാണ് നമുക്ക് സീലിങ്ങിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 77 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണിനാണ് ഈ വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഹോം ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രിവാൻഡ്രത്ത് ധാരാളം വീട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള നല്ല വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.